പിറ്റേന്ന് രാവിലെ തന്നെ വെങ്കടിയും കാവ്യയും കാവ്യയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. യാത്ര മുഴുവൻ കാവ്യയുടെ മനസ്സ് അസ്വസ്ഥതയായിരുന്നു. കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം അവളെ വല്ലാതെ അലട്ടിയിരുന്നു. പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, വെങ്കടി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാവ്യ വെറുതെ ഒന്ന് തലയാട്ടി. വീട്ടിലെത്തിയതും വെങ്കടി കോളിംഗ് ബെൽ അമർത്തി. അല്പസമയത്തിന് ശേഷം വാതിൽ തുറന്നത് ഷീലയായിരുന്നു. മുന്നിൽ കാവ്യയെ കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എവിടെയായിരുന്നടി നീ ഇത്രയും ദിവസം? അവർ ശബ്ദം ഉയർത്തി ചോദിച്ചു. അമ്മേ, കാവ്യ പതറിയ സ്വരത്തിൽ വിളിച്ചു. ഓ, ഇനി അമ്മയെന്ന് വിളിക്കേണ്ട. ഇവന്റെ കൂടെ സുഖമായി ജീവിക്കാൻ വേണ്ടിയല്ലേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചത് ഇപ്പോൾ എന്തിനായി നീ ഇങ്ങോട്ട് വന്നത്? ഷീല ഓരോ വാക്കുകളും കാവ്യയുടെ ഹൃദയത്തിൽ കുത്തി കീറുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല അമ്മേ, മിണ്ടരുത് നീ, അവർ അലറി. ഈ നിമിഷം ഇറങ്ങിപ്പോണം രണ്ടുപേരും. ഇനി ഇങ്ങനെയൊരു മകൾ എനിക്കില്ല. അപ്പോഴാണ് വെങ്കടി മുന്നോട്ട് വന്നത്. അമ്മ ഒന്ന് കേൾക്കണം ഞാൻ പറയുന്നത്. ആരോടാ? നിന്റെ അമ്മ? ഷീല ദേഷ്യത്തിൽ ചോദിച്ചു. ക്ഷമിക്കണം, ഞാൻ പറയുന്നത് ഒന്ന് കേട്ടാൽ മതി, വെങ്കടി ശാന്തനായി പറഞ്ഞു. ഞാനും കാവ്യയും തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ശരിക്കും ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വീട്ടിലെ ചില സാഹചര്യങ്ങളും അച്ഛൻ്റെ നിർബന്ധങ്ങളും കാരണം അത് നടക്കാതെ പോയി. അവൻ ഒരു നിമിഷം നിർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി. ഇവിടെ കാവ്യക്ക് വിവാഹം നോക്കുന്നുണ്ട് അറിഞ്ഞപ്പോഴാണ് അവൾ ആകെ തളർന്നു പോയത്. അവൾക്ക് വേറെ വഴിയില്ലാതെ അങ്ങനെയാണ് അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഷീല പരിഹാസത്തോടെ ചിരിച്ചു. അപ്പോൾ വലിയ ത്യാഗ കഥയാണോ നീ പറയുന്നതെല്ലാം? അല്ല, നടന്നത് പറയുകയാണ് അമ്മേ, വെങ്കടി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇപ്പോൾ അവൾ നിയമപരമായി എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ വിവാഹിതരാണ്. ആ വാക്കുകൾ കേട്ടതും ഷീലയുടെ മുഖം വീണ്ടും മാറി. അപ്പോഴേക്കും അകത്തു നിന്ന് ശ്രീധരൻ പുറത്തേക്ക് വന്നിരുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? അയാൾ ചോദിച്ചു. വാതിൽക്കൽ നിൽക്കുന്ന കാവ്യയും വെങ്കടിയെ കണ്ടതും കാര്യങ്ങൾ ഏകദേശം അയാൾക്ക് മനസ്സിലായി. അയാളുടെ കണ്ണുകൾ ഷീലയിലേക്ക് തിരിഞ്ഞു. കണ്ടോ, നീ മകളെ പഠിപ്പിച്ച പാഠത്തിന്റെ ഫലമായത്? ഞാനോ? ഷീല അതിശയത്തോടെ അയാളോടായി ചോദിച്ചു. അതെ, നീ തന്നെ. ശ്രീധരൻ ശബ്ദം കടുത്തു. പ്രസവിച്ചാൽ മാത്രം അമ്മയാകില്ല. മക്കളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന്, അവരുടെ മനസ്സെങ്ങനെ വായിക്കണമെന്നും പഠിക്കണം. അതാണ് അമ്മ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവളുടെ ഇഷ്ടം ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ? അവൾ സന്തോഷത്തിലാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? നിന്റെ വാശിയും നിന്റെ തീരുമാനങ്ങളും മാത്രമായിരുന്നു നിനക്ക് വലുത്. ഷീലയുടെ മുഖം വിളറി. ഞാൻ അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ എല്ലാം പറഞ്ഞത്? നല്ലതിന് വേണ്ടിയാണെങ്കിൽ മകളെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയിൽ എത്തിക്കില്ലായിരുന്നു നീ. അയാളുടെ കടുപ്പത്തോടെ പറഞ്ഞു. മകളെ വളർത്തുക എന്നത് ഭക്ഷണം വസ്ത്രം കൊടുക്കുക മാത്രമല്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും വേണം. ഷീല മിണ്ടാതെ നിന്നു. അപ്പോഴാണ് അകത്തു നിന്ന് ശ്യാം പുറത്തേക്ക് വന്നത്. കാവ്യയെ കണ്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ആ, മഹാറാണി വന്നോ? പരിഹാസത്തോടെ അവൻ ചോദിച്ചു. കാവ്യ തുലകുനിച്ചു. പണമുള്ളവനെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം മറന്നല്ലേ നീ? ശ്യാമിന്റെ ശബ്ദം ഉയർന്നു. ഏട്ടാ. അവൾ പതിഞ്ഞ സ്വരത്തിൽ ശ്യാമിനെ വിളിച്ചു. മിണ്ടരുത്, അവൻ അലറി. അതല്ലേ നീ അവന്റെ കൂടെ ഇറങ്ങിപ്പോയത്? പണവും സൗകര്യവും കണ്ടപ്പോൾ സ്വന്തം വീട്ടുകാരെ പോലും നിനക്ക് വേണ്ടാതായി അല്ലേടി? കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അങ്ങനെയൊന്നും പറയരുത് ശ്യാം ചേട്ടാ. പിന്നെ എങ്ങനെയാണ് നിന്നോട് ഞാൻ പറയണ്ടേ? പണം കണ്ടിട്ടല്ല ഞാൻ പോയത്, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ അവനെ സ്നേഹിച്ചു, അതാണ് സത്യം. സ്നേഹമോ? ശ്യാം പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു. അച്ഛനെയും അമ്മയും കരയിപ്പിച്ചതാണോ നിന്റെ സ്നേഹം? സ്വന്തം വീട്ടുകാരുടെ അഭിമാനം തകർക്കുന്നതാണോടി നിന്റെ സ്നേഹം? കാവ്യ മറുപടി പറയാതെ നിന്നു. നിനക്ക് ഞങ്ങളോടൊന്ന് പറയാമായിരുന്നില്ലേ? എന്നാൽ ഇത്രയും നീ തീ തിന്നുമോ ഞങ്ങൾ ഇതുവരെ നിന്നെയും ഓർത്ത്? ഇപ്പോൾ അവൾ വന്നിരിക്കുന്നു. നിന്നെ ഞങ്ങൾ എന്ത് കുറവാണടി നോക്കിയത്? എന്നിട്ടും അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് നാണക്കേട് മാത്രം. അവൻ്റെ ഓരോ വാക്കുകളും കാവ്യയെ കൂടുതൽ തളർത്തി. അവസാനം ശ്രീധരൻ അതിലിടപെട്ടു. മതി ശ്യാം. ഇല്ല അച്ഛാ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇവൾക്കിനി വീട്ടിൽ സ്ഥാനമില്ല. ഞങ്ങളെ വേണ്ടെന്ന് വെച്ചവൾക്ക് ഞങ്ങളും വേണ്ട. കാവ്യയുടെ ഹൃദയം തകർന്നു പോയി. ഏട്ടാ, അവൾ കരച്ചിലോടെ വിളിച്ചു. പക്ഷേ ശ്യാം അവളെ നോക്കിയത് പോലുമില്ല. ഇനി ഇവിടെ വരേണ്ട, ഞങ്ങൾക്ക് നീ മരിച്ചവളാണ്. ആ വാക്കുകൾ കേട്ടതും കാവ്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. വെങ്കടി അവളുടെ തോളിൽ കൈവച്ചു. ഒരു നിമിഷം പോലും കൂടി അവിടെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും വീട്ടുവാതിൽക്കൽ അവരുടെ മുഖത്ത് നിന്ന് ശ്യാം വാതിൽക്കൽ കൊട്ടിയടച്ചു. ആ ശബ്ദം കാവ്യയുടെ ഹൃദയത്തിലേക്കാണ് പതിഞ്ഞത്.
അടഞ്ഞു കിടക്കുന്ന ആ വാതിലേക്ക് കുറച്ച് നിമിഷങ്ങൾ നിറഞ്ഞ കണ്ണോടെ അവൾ നോക്കി നിന്നു. ജന്മം നൽകിയ വീട്ടിൻ്റെ വാതിൽ മാത്രമല്ല, തൻ്റെ പഴയ ജീവിതത്തിലേക്കുള്ള എല്ലാ വഴികളും ആ നിമിഷം അടഞ്ഞു പോയതായി അവൾക്ക് തോന്നി. കണ്ണീരോടെ വെങ്കടി കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാവ്യ അവിടെ നിന്നും നടന്നു. വെങ്കടി ഒന്നും പറയാതെ അവൾക്ക് താങ്ങായി കൂടെ നടന്നു. അവരുടെ പിന്നിൽ അടഞ്ഞുകിടന്ന വാതിൽ മാത്രം നിശബ്ദതയ്ക്ക് സാക്ഷിയായി നിന്നു. മീരയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വലിയ ഭാരം കിടക്കുന്നുണ്ടായിരുന്നു. അത് ഹിരണ്യ. 2 മാസം കഴിഞ്ഞിട്ടും ചേച്ചിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, വിളിച്ചാൽ റിങ് ചെയ്യും. പക്ഷെ ഹിരണ്യ ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് അയച്ചാലും മറുപടി വരില്ല. അവൾ ജീവനോടെ ഉണ്ടോ എന്നും ഭയവും ചിലപ്പോൾ മീര ഭയപ്പെട്ടിരുന്നു. ഒരു ദിവസം അമ്മ വീണ്ടും കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു. കിടന്ന കിടക്കിൽ കിടക്കുന്ന അമ്മയെ കണ്ടതും അവളുടെ മനസ്സിൽ ആവലാതി വന്നു. മീരെ, നിന്റെ ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ കുട്ടി? മീര ഇല്ലെന്ന് തലയാട്ടി. അവൾ എവിടെയാണ് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഷീലയുടെ ശബ്ദം ഇടറി. ഒരു നോക്ക് കണ്ടാൽ മതി. അമ്മയുടെ ആ വാക്കുകൾ കേട്ടതും മീര ഒരു തീരുമാനമെടുത്തു. ഹിരണ്യെ കണ്ടെത്തണം. പിറ്റേന്ന് തന്നെ അവൾ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവിനെ കാണാൻ പോയി. ഓഫീസിലിരുന്ന ഡിറ്റക്റ്റീവ് ആദിത്യയുടെ മുന്നിലേക്ക് ഒരു ഫോട്ടോ നീക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സാർ, എനിക്കെൻ്റെ ചേച്ചിയെ കണ്ടെത്തണം. ആദിത്യൻ ആ ഫോട്ടോയിലെ കൈയെടുത്തു. പേര് ഹിരണ്യ. എത്ര നാളായി കാണാതായിട്ട്? 2 മാസം. അവസാനമായി എപ്പോഴാണ് കണ്ടത്? മീര ദീർഘശ്വാസമെടുത്തു. അവൾ രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്. രാഹുൽ ആരാണ്? ചേച്ചിയുടെ ഭർത്താവ്. ഭർത്താവോ? അതെ, പക്ഷെ ആ വിവാഹം അവൾ ആഗ്രഹിച്ചതാണ്. ശേഷം മീര നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറയാൻ തുടങ്ങി. രുദ്രനുമായുള്ള പ്രണയം, വിവാഹത്തിന് തീരുമാനിച്ചത്, ചെറിയമ്മ പ്രഭയുടെ എതിർപ്പും അവരുടെ ഭീഷണികൾ, 50 ലക്ഷം രൂപയുടെ ഇടപാട്, രാഹുലുമായുള്ള വിവാഹം, വിവാഹശേഷം നേരിട്ട ദുരിതങ്ങളെല്ലാം ഒരു വാക്കുപോലും വിടാതെ അവൾ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ആദ്യത്തെ കുറച്ച് സമയം മിണ്ടാതെ നിന്നു. അപ്പോൾ ഹിരണ്യ രാഹുലിനെ വിട്ട് ഇറങ്ങിപ്പോയി. അതെ, അതിനുശേഷം? അതാണ് എനിക്കും അറിയാത്തത്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ ചേച്ചിയെ ഓർത്ത്. രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ചേച്ചി എവിടേക്കാണ് പോയതെന്ന് ഞങ്ങൾക്കാരും അറിയില്ല. ആരുമായെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. സുഹൃത്തുക്കൾ? അറിയില്ല. ബന്ധുക്കൾ? അവിടെയുമില്ല. അവൾ പിന്നെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഡിറ്റക്റ്റീവ് ചിന്തയോടെയിരുന്നു. അതായത് ഇപ്പോൾ ഹിരണ്യ എവിടെയാണെന്ന് നിങ്ങൾക്കും ഒരു സൂചന പോലുമില്ല? ഇല്ല സാർ, ഒരു സംശയം പോലും ഇല്ല. മീര തല കുനിച്ചു നിന്നു. ജീവനോടെയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അവളുടെ ശബ്ദം വിറച്ചു. എനിക്ക് എൻ്റെ ചേച്ചിയെ കണ്ടെത്തണം. ഡിറ്റക്റ്റീവ് ആ ഫോട്ടോയിലേക്ക് നോക്കി. ഇനി അഥവാ നിങ്ങളുടെ ഭർത്താവ് രുദ്രനെങ്ങാനും അവളെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? അയാളുടെ ചോദ്യം കേട്ടതും മീര അയാളെ ഒന്ന് നോക്കി. ഒരിക്കലും ഉണ്ടാവില്ല. അത്രയ്ക്ക് ദുഷ്ടനുമൊന്നുമല്ല എൻ്റെ രുദ്രേട്ടൻ. ഞാൻ അന്വേഷിച്ചു തുടങ്ങും. അടുത്ത 2 ദിവസത്തിൽ മീരയ്ക്ക് 2 വർഷം പോലെ തോന്നി. ഓരോ ഫോൺ വിളിയിലും അവൾ ഞെട്ടും. ഓരോ മെസ്സേജ് വന്നാലും അവൾ പ്രതീക്ഷിക്കും. പക്ഷെ ഡിറ്റക്റ്റീവിൽ നിന്ന് വിവരമൊന്നും വന്നില്ല. 3-മത്തെ ദിവസം രാവിലെ മീരയുടെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ സാർ, മീര, എനിക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് നിന്റെ ചേച്ചിയെക്കുറിച്ച്. അവളുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. ചേച്ചിയെ കണ്ടെത്തിയോ? ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് സാർ? ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. മീര ഉടനെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്ക്. ഒരു ചിത്രം വന്നു കിടക്കുന്നുണ്ട് അവളുടെ വാട്സപ്പിൽ. അത് തുറന്നതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു ആശുപത്രിയുടെ മുന്നിലുള്ള ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു യുവതി. മുഖം വ്യക്തമായിരുന്നു. മീര കൈകൾ വിറച്ചു. ചേച്ചി, അവൾ അറിയാതെ പറഞ്ഞു. ഹിരണ്യ ചേച്ചി. ഉടനെ അവൾ ഡിറ്റക്റ്റീവിനെ വിളിച്ചു. സർ, ഇത് എൻ്റെ ചേച്ചിയാണ്. ഉറപ്പാണ്? അതെ, 100%. മറുവശത്ത് ആദിത്യൻ പതുക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ശരിയായ വഴിയിലാണ് അന്വേഷണം നടക്കുന്നത്. അവിടെ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കുറച്ച് സമയം കൂടി വേണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. മീര ശ്വാസം പിടിച്ചു. എന്താണ് സർ? ഹിരണ്യ ജീവനോടെയുണ്ട്. ആ വാക്കുകൾ കേട്ടതും മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 2 മാസമായി മനസ്സിൽ കിടന്നിരുന്ന ഏറ്റവും വലിയ ഭയം അപ്പോൾ അല്പമെങ്കിലും മാറിയിരുന്നു.